പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ വണക്കം 24-ാം ദിവസം. യേശുവിന്റെ ദിവ്യഹൃദയത്തിലെ മുൾമുടി. യേശുവിന്റെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്നത് സംക്ഷേപമായി ധ്യാനിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം തന്റെ ദിവ്യഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയെക്കുറിച്ച് കുറഞ്ഞൊരു നേരം ധ്യാനിക്കാം. ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന മുൾമുടി തന്റെ പാടുപീഡകളെയും വ്യാകുലാദികളെയും സൂചിപ്പിക്കുന്നു. ഈ മുൾമുടി തന്റെ പീഡാനുഭവത്തിന്റെ കാലങ്ങളിലും തന്റെ തിരുത്തലയിൽ യൂതജനം മുൾമുടി വെച്ച് തന്നെ രാജാവെന്ന് വിളിച്ച് അപമാനിച്ച സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരിക്കുന്നത്. പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ഉദ്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും ഇപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുള്ളുകൾ സദാ യേശുവിനെ വ്യാകുലപ്പെടുത്തി വരുന്നു. ഓ അത്ഭുതം! മിശിഹായുടെ ദിവ്യഹൃദയ പീഡയെ, അറുതിയില്ലാത്ത സ്നേഹമേ, കർത്താവെ, അങ്ങയെ മനുഷ്യർ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ജീവിതകാലത്തിൽ അങ്ങേ ദൈവിക മഹിമയെയും വല്ലഭത്വത്തെയും രാജകീയാധികാരത്തെയും മറച്ചുകളയുകയും സദാ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും മറയ്ക്കപ്പെടുകയും ചെയ്യുന്നുവല്ലോ. എങ്കിലും അങ്ങേ വല്ലഭത്വത്തോടും അധികാരത്തോടും എതിർക്കുവാൻ ആർക്കു കഴിയും? കർത്താവെ, അങ്ങു മാത്രം സർവ്വലോകത്തിന്റെയും ഏകരാജാവായിരിക്കുന്നുവെന്ന് ഞാൻ അനുസരിച്ചു പറയുന്നു. മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാവെ, സർവ്വവല്ലഭ രാജാവായ യേശു തന്റെ മുറിവിനെ മറച്ച് നിന്റെ സ്നേഹത്തെ പ്രതി വ്യാകുലതകളാലും അപമാനങ്ങളാലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക. അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുൾമുടി നിന്റെ പാപങ്ങളാലും മനസാക്ഷിക്ക് വിരോധമായ പ്രവൃത്തികളാലും ദുഷ്ടവിചാരങ്ങൾ ആലോചനാദികളാലും ഉണ്ടാക്കപ്പെട്ട് നിന്റെ കരങ്ങളാൽ നിന്നെ ധരിപ്പിച്ചുവെന്ന് സംശയലേശം കൂടാതെ നിന്റെ ബോധത്തിൽ ധരിച്ചുകൊള്ളുക. നിന്റെ മേലുള്ള സ്നേഹാധിക്യത്തിൽ എരിയുന്നവനും നിനക്കുവേണ്ടി ഇത്രയധികമായി പീഡകൾ സഹിക്കുന്നവനുമായ നിന്റെ രക്ഷകന്റെ ദിവ്യഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നിലുണ്ടായിരിക്കുന്ന അശുദ്ധാഗ്രഹങ്ങൾ, ആലോചന ആദിയായ തിന്മകളെ നീക്കി നിന്റെ ശക്തിയൊക്കെയോടും കൂടെ ഈ ദിവ്യ പരമപിതാവിനെ സ്നേഹിക്കുന്നതിന് ശ്രമിച്ചുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാകാരമായ യേശുവേ, അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നതെങ്ങനെ? എന്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായ യേശുവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ സന്തോഷമായ യേശുവേ, ഞാൻ മരിക്കുന്നതിനു മുൻപ് എന്റെ ഹൃദയ കണ്ണുനീരാൽ എന്നിലുള്ള പാപാശുദ്ധതകളെ കഴുകി അങ്ങേ തിരുസന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തിയരുളണമേ. ആമേൻ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിന്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. മുൾമുടി ധരിപ്പിക്കപ്പെട്ട യേശുവിന്റെ ദിവ്യഹൃദയമേ, എന്റെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തരുളണമേ.